ഇ.പി. ജയരാജന്റെ ഭാര്യ പി.കെ. ഇന്ദിരയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോട്ടോയ്ക്കൊപ്പം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. തിരുവനന്തപുരം ഡി.സി.സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെ വളപട്ടണം പോലീസാണ് കേസെടുത്തത്. ഫേസ്ബുക്ക് വഴി വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചതായ പി.കെ. ഇന്ദിരയുടെ പരാതിയിലാണ് കേസ്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമോ? അർജുൻ, ഈ വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി വലിയ രാഷ്ട്രീയ വിവാദമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൈദേഹം റിസോർട്ട് നിരാമയ എന്ന കമ്പനിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് അതാണ് ഈ രാഷ്ട്രീയ വിവാദം ഒന്നുകൂടി കൊഴുപ്പിക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ ഇ.പി. ജയരാജന്റെ ഭാര്യ പി.കെ. ഇന്ദിരയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോട്ടോക്കൊപ്പം ചേർത്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ പി.കെ. ഇന്ദിര നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വളപട്ടണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPC 153, 465, 469, 471 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതായത് വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ച ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് പരാതി. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം DCC അംഗവും ഫിഷർമാൻ കോൺഗ്രസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസെടുത്തത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും ത്രിപുരയിലെ BJP വനിതാ നേതാവും ഇരിക്കുന്ന ഫോട്ടോയാണ് മോർഫ് ചെയ്ത് പി.കെ. ഇന്ദിരയുടെ ഫോട്ടോ അവിടെ ചേർത്ത് പ്രചരിപ്പിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഫോട്ടോ, അതായത് ഒറിജിനലും അത് വ്യാജമായി ഉണ്ടാക്കിയതിന്റെയും ദൃശ്യങ്ങളും നമ്മളിപ്പോൾ ഈ കാണിക്കുന്നുണ്ട്. പി.കെ. ഇന്ദിരക്ക് ഓഹരിയുള്ള വൈദേഹം ആയുർവേദ റിസോർട്ട് നിരാമയ എന്ന സ്ഥാപനത്തിന് കൈമാറിയിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നിരാമയ എന്ന സ്ഥാപനം. ഇതുയർത്തി ഇ.പി. ജയരാജനും ബി.ജെ.പിയും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ബി.ജെ.പി. കോൺഗ്രസ് ബന്ധം LDF ആരോപിക്കുമ്പോൾ LDF-ഉം CPM-ഉം ബി.ജെ.പിയും തമ്മിൽ അന്തർധാര എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. ഇതിന് ബലം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് പി.കെ. ഇന്ദിരയും രാജീവ് ചന്ദ്രശേഖരനും ഇരിക്കുന്ന ഫോട്ടോ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ CPM-ന്റെ പ്രത്യേകിച്ച് LDF കൺവീനർ ഇ.പി. ജയരാജന്റെ ആവശ്യം. ആളുകളിൽ ഈ തെറ്റിദ്ധാരണ പരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രചരിപ്പിച്ചതെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിഹത്യക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പി.കെ. ഇന്ദിരയും വ്യക്തമാക്കി. ഈ വൈദേഹത്തിന്റെ ഉപദേശകൻ എന്ന നിലയിലാണ് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നത്. ഭാര്യ പി.കെ. ഇന്ദിര ജില്ലാ ബാങ്കിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും വൈദേഹത്തിൽ നിക്ഷേപിച്ചിരുന്നു. ആ നിലക്കാണ് പി.കെ. ഇന്ദിര വൈദേഹത്തിന്റെ ഓഹരി ഉടമയായി മാറിയത്. ഇതും ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും ഭാര്യയുടെ ഈ ഓഹരി കൈമാറാൻ തയ്യാറാണ്. തന്റെ ഒരു തരത്തിലുള്ള ഒരു കളങ്കം പെടുന്ന ഒരു സാഹചര്യവും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓഹരി എല്ലാം തന്നെ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ.പി. ജയരാജന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പി.കെ. ഇന്ദിരയുടെയും തീരുമാനം. അർജുൻ.